ഹേ ഗായ്സ്, അപ്പം ഇതൊരു ഡോക്യുമെൻ്ററി അല്ല, വെറുതെ പണിയിലാണ്ട് ചൊറിയും കുത്തിയിരിക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ. ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങണം എന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് പല്ലേച്ച് രാവിലെ എഴുന്നേറ്റ് പല്ലേച്ച് ഞാനിവിടെ വന്നു, ജോലിക്ക് വന്നിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പിന് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പണികളും അങ്ങനെയൊക്കെ. പിന്നെ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കാൻ പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകും, കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കും, ഉറങ്ങും. ഇതൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ചൊറിയും കുത്തി ഇരിക്കുകയാണെങ്കിൽ ലെറ്റ്സ് വാച്ച് ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ്. സേ ഹായ്. ഹലോ. ഓക്കെ, കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞാൽ റോഷനാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പം എത്ര മണി സമയം? 9:45. 9 മണിക്കാണ് നമ്മളിവിടെ എത്തേണ്ടത്. ഞാൻ 8:55 ഇവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ കുറേ പണിയൊന്നും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കറക്റ്റ് സമയത്തിന് ആൾ എത്തിയിട്ടുണ്ട് എന്തായാലും. അതുകൊണ്ട് അതെ, യാത്രകൾ താണ്ടി ഒരു വലിയൊരു ട്രാവലറായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ചൊറിയും കുത്തിയിരുന്ന് ഞങ്ങൾക്ക് വയ്യാണ്ടായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചായയും ഇനി പുറത്ത് പോയി ചൊറിയും കുത്തി കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് വരാം. വൈറ്റമിൻ ഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈസ്, ഇവിടെ ഭയങ്കര തണുപ്പ് തന്നെയാണ്. ഞങ്ങൾ കുറച്ച് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ വെയിലില്ല, ഭയങ്കര തണുപ്പ്. നീ ഫുള്ളി വ്ളോഗിലുണ്ടാവേ. ഓക്കെ, ഇന്നലെ റോഷൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, 6 മണിക്ക് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റോഷൻ പറയാ 5:59 തന്നെ യൂട്യൂബ് പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗിൽ, ഇനി അങ്ങോട്ടുള്ള എല്ലാ വ്ളോഗിലും റോഷനായിരിക്കും ഇര. ലഞ്ച് ടൈം. റോഷൻ വലിയൊരു ട്രാവലർ ആയതുകൊണ്ട് എന്നും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക. ഞാൻ എൻ്റെ സ്വന്തം ഫുഡ് കൊണ്ടുവരും. എന്നിട്ട് സെക്കൻഡ് ടീ മതിയായി ഗൈസ്. ഉറക്കം വന്നു തുടങ്ങി. സത്യത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്നലെയൊക്കെ നല്ല പണിയായിരുന്നു, നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഇന്ന് സത്യത്തിൽ നല്ല ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചപ്പോൾ ഫ്രീ കൂടിയിട്ടുള്ള പ്രശ്നമായി. രാവിലെ തൊട്ട് വെറുതെ ഇരിക്കുക. ഇപ്പോൾ ഉറക്കമൊക്കെ വന്നു തുടങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. പക്ഷേ ഇങ്ങനത്തെ ദിവസങ്ങളാണ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. തിക്കും തിരക്കിൻ്റെ ഇടയിലൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും ബോറിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ബാംഗ്ലൂർ ഡ്രാഫ്റ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചവിട്ടുകൂട്ട. ആക്ച്വലി ഞങ്ങളുടെ ആ ദിവസത്തെ വ്ളോഗ് നിർത്താൻ പറ്റിയില്ല, കാരണം അവസാനിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് ആകെ മൊത്തം പണിയായി, ആകെ തിക്കും തിരക്കൊക്കെ ആ ദിവസം ആണ്. അങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് ഭയങ്കര തിരക്കായി. എന്നിട്ട് അന്ന് പിന്നെ ഓടിപ്പടഞ്ഞ് ലേറ്റായി ഇറങ്ങാൻ. ഞങ്ങൾ 5 മണി വരെ ഞങ്ങൾ അന്ന് വെറുതെ ചൊറി കുത്തിയിരുന്നു. ആ വീഡിയോയിൽ കാണാമല്ലോ. എന്നിട്ട് കറക്റ്റ് ഇറങ്ങാൻ നേരത്ത് മുട്ടി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ഒരു ലോഡ് പണി തന്ന് ഞങ്ങൾ ആകെ തിരക്കായി, ഇറങ്ങാൻ ലേറ്റായി അവസ്ഥ. എന്നിട്ട് പിന്നെ അപ്പോൾ അന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു വേറൊരു ദിവസമാണ്. ഇന്നും പണികൾ തന്നെയാണ്. അപ്പോൾ ഇന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഓക്കെ, ബൈ. അത് ടൈം ലാപ്സാണ്.